പ്രിയപ്പെട്ട എല്ലാവരെയും ഒരു യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. പാലക്കാട് ജില്ലയിലെ കവയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പാലക്കാട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലമ്പുഴയിലെത്തും. എന്തായാലും മലമ്പുഴയിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കവ ഐലൻഡിൽ എത്തിച്ചേരാം. മനോഹരമായ മലനിരകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. രണ്ട് വശവും കാടാണ്. ആ കാടിനുള്ളിലൂടെ ഈ മലനിരകളൊക്കെ കണ്ട് യാത്ര ചെയ്യുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവിടെ ആന ഇറങ്ങും, രാത്രികാലങ്ങളിൽ ആന ഇറങ്ങും. അതുകൊണ്ട് ശ്രദ്ധിക്കാനായിട്ടൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി ആകുമ്പോഴേക്കും എന്തായാലും രാത്രി സഞ്ചാരം നല്ലതല്ല എന്നുള്ളത്. വൈകുന്നേരമാണ് നമ്മൾ പോയത്. മനോഹരമായ ദൃശ്യം കാണണമെങ്കിൽ വൈകുന്നേരം തന്നെ എത്തണം കേട്ടോ. ഇവിടുത്തെ സൺസെറ്റിൻ്റെ കാഴ്ച നമ്മൾ വളരെ അധികം സമയം ഈ സൺസെറ്റിൻ്റെ കാഴ്ച കണ്ട് നിന്നു. ഇവിടെ നോക്കൂ, സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ പതിഞ്ഞു കിടക്കുന്ന കാഴ്ച. അവിടെ മുഴുവനും ആ ചുവന്ന രശ്മികൾ, ചുവന്ന നിറം അവിടെ എല്ലാം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മൊബൈലിൽ ഇത് പകർത്തിയെടുത്തത് കൊണ്ട് ആ മനോഹാരിത മുഴുവനും നമുക്ക് പകർത്തിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. നോക്കുക, ഇതാണ് കവ ഐലൻഡ്. നിറയെ വെള്ളമുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ഡിസംബർ ആയപ്പോഴേ, നമ്മൾ ഡിസംബറിലാണ് ഇപ്പോൾ പോയത്. ഇപ്പോൾ പന കണ്ടോ? ഈ പന ആണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കേട്ടോ. ആ കവയിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴേ ആ വെള്ളത്തിനകത്ത് ഈ പന നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. അതുമാത്രമല്ല, ഈ മലനിരകളാണ്. ഈ മലനിരകൾക്ക് താഴെയാണ് ഈ ഐലൻഡ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ മലനിരകളും കണ്ട് ഈ ഐലൻഡിലെ കാഴ്ചയും കൂടെ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു കുളിർമ. അതുമാത്രമല്ല, ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ഒരു മൂടൽമഞ്ഞ് കിടക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ വെള്ളമുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ആ മലനിരകളുടെ സൗന്ദര്യം എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ. എത്ര നമ്മൾ നോക്കി നിന്നിരുന്നാലും അവിടെ തന്നെ നിൽക്കാൻ തോന്നും. വൈകുന്നേരം ആകുമ്പോൾ ചൂടുമില്ലല്ലോ. നോക്കി, ഇവിടെയൊക്കെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവിടുത്തെ. ഞാൻ പല ആംഗിളിൽ നിന്നുമൊക്കെ എടുത്തിട്ടുള്ള ആ വെള്ളത്തിൻ്റെ ദൃശ്യമാണ്. നിറയെ വെള്ളം ഉള്ളപ്പോൾ ഈ കവ ഐലൻഡ് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ഭംഗി. ഇനി നമുക്ക് സൗകര്യമുള്ളതുപോലെയൊക്കെ വന്ന് കാണുക കേട്ടോ. ഈ പന ഇവിടെ ഈ താഴ്ഭാഗം വരെ വെള്ളം കണ്ട ഈ കാണുന്ന പാടുകൾ കണ്ടോ? അവിടം വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്ന സമയം കാണും ഇവിടെ. എന്തായാലും ഇപ്പം വെള്ളമൊക്കെ വറ്റി കേട്ടോ. ഡാമിലുമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോഴൊക്കെ ഈ പാലക്കാട് വെള്ളം വറ്റി തുടങ്ങി. ഡിസംബറിലൊക്കെ അവിടെ വെള്ളം വറ്റി തുടങ്ങും. ഇപ്പോഴൊക്കെ വരൾച്ച ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ. നോക്കൂ, ഇവിടുത്തെ മനോഹാരിത എത്ര കണ്ടിട്ടും മതിവരാത്തൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ നിന്നതുകൊണ്ട് ഈ വൃക്ഷം വീണുപോയതാ. അതിൻ്റെ വേരുകളെല്ലാം പുറത്ത് കാണാം. ഇവിടെയൊക്കെ ആളുകൾ ഇരുന്നും ഒക്കെ ആ വേരുകളൊക്കെ പോളിഷായി. ഇപ്പോൾ താഴേന്ന് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലോട്ട് കയറാനൊക്കെ ഇത്തിരി ഉയരമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2-3 ചുവടൊക്കെ കയറിയതിന് ശേഷം നിൽക്കുന്ന സ്ഥലമാണേ. ഇച്ചിരി പ്രയാസപ്പെട്ടൊക്കെ ഇങ്ങ് കയറി. എന്നിട്ട് ഇവിടെയൊക്കെ നിന്ന് ഞാനൊന്ന് ദൂരക്കാഴ്ചകളൊക്കെ നോക്കി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. റീലൊക്കെ എടുക്കാൻ പറ്റിയ പ്രദേശമാണ് കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടില്ല കേട്ടോ. വൈകുന്നേരം വന്നതുകൊണ്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല ഇളം കാറ്റ്, അതിൻ്റെ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം അങ്ങ് പോയി കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നതാണ്. അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത് ഇവിടെ നിറയെ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് വരുന്നതാണ് മനോഹരം എന്നാണ് പറഞ്ഞത് കേട്ടോ. മഴക്കാലത്തൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കാൻ കഴിയില്ല. റോഡിൽ നിന്നൊക്കെ കാഴ്ചകൾ കാണാം. ഇവിടെയൊക്കെ വെള്ളം വറ്റിയതാണ്. നമ്മളെന്തായാലും വെള്ളം വറ്റിയ ഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒക്കെ നോക്കി. വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അവിടെ ആരും വെള്ളത്തിലൊന്നും ഇറങ്ങുന്ന കണ്ടില്ല. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇതാണ്ട് ഇവിടെ കണ്ടില്ലേ, ഒരു കട ഞങ്ങൾ കണ്ടു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കേ 2-3 കടകൾ കണ്ടു. പക്ഷേ ഈ കട നമ്മൾക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ടൊക്കെ തോന്നി. ഞങ്ങൾ ആ കടയിലകത്ത് കയറി പരിചയപ്പെട്ടു. ആ സിസ്റ്ററിൻ്റെ പേര് ബിന്ദു എന്നാണ് കേട്ടോ. എൻ്റെ കൂടെ വന്ന കൂട്ടുകാരിയുടെ പേരും ബിന്ദു എന്നാണ്. അവളും കുടുംബമായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. അദ്ദേഹത്തെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഉച്ചയ്ക്കാണ് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്നത്. രാവിലെ കടയൊന്നും തുറക്കാറില്ല. ഇവിടെ പുറത്ത് കപ്പയും മീൻകറിയും എന്നൊക്കെ എഴുതി വെച്ച് കേട്ടോ. അപ്പോൾ നമുക്കിത്തിരി വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പയും മീൻകറിക്കൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് സാധനം കിട്ടി. അപ്പോഴാണ് മത്സ്യത്തിൻ്റെ പേര് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന മീനിൻ്റെ പേര് റോവു എന്നാണ് കേട്ടോ. ഞാനൊന്നും ഇത് കഴിച്ചിട്ടില്ല. റോവു മത്സ്യം, ഇതൊക്കെ ഡാമിലെ മത്സ്യമാണ് കേട്ടോ. അപ്പോൾ റോവു മത്സ്യം ഞങ്ങളൊന്ന് കഴിച്ചു നോക്കി. അതീവ രുചികരമായിട്ടുള്ള ഒരു മീൻകറിയായിരുന്നു കേട്ടോ. നല്ല എരിവും
പുളിയും ഉപ്പും ഒക്കെ കറക്റ്റിന് പാകത്തിന് മൂന്നും കൂടെ യോജിച്ച തരത്തിലുള്ളൊരു കറിയായിരുന്നു. അതിങ്ങനെ കപ്പയുടെ മുകളിലോട്ടൊക്കെ ഒഴിച്ച് ഇലയിലായിരുന്നു കേട്ടോ ഭക്ഷണം തന്നത്. ഞങ്ങൾ 5 ആളും കൂടെയാണ് ആ ഒരു കപ്പയും മീൻ കറിയും കൂടെ 5 ആളും കൊണ്ട് ഞാൻ കഴിച്ചത് കേട്ടോ. ഒത്തൊരുമ ആവശ്യമാണല്ലോ. എന്തായാലും നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. പിന്നെ തിലോപ്പി മീൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് വറുത്ത് തരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തിലോപ്പി മീനൊക്കെ വറുത്ത് കിട്ടി. അത് രുചികരമായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അത് രുചികരമായ ഭക്ഷണമായിരുന്നു. എന്തായാലും കവയിലെ യാത്ര മനോഹരമായിരുന്നു. നമ്മുടെ എല്ലാവർക്കും അവിടെ പാലക്കാട് പോയാൽ കവയിലൊക്കെ വന്ന് കാണാം. എല്ലാവർക്കും പോയി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.